എല്ലാവർക്കും നമസ്കാരം. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളറുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വെക്ടർ, റാസ്റ്റർ തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഡിഫറൻസ് ഒക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കിടക്കാം. ഫോട്ടോഷോപ്പിൻ്റെ CS6 എന്നുള്ള വേർഷനാണ് ഞാനിവിടെ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ വേർഷൻ നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ വേർഷൻ ആണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി എല്ലാം സെയിം തന്നെയാണ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്കിവിടെ ആദ്യം കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോട്ടോഷോപ്പ് പഠിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളൊരു നോട്ട് ബുക്ക് കയ്യിൽ കരുതുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കൂടി ഉപകരിക്കും. കുറച്ച് വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്കത് മനസ്സിൽ ചിലപ്പോൾ ഇരിക്കണമെന്നില്ല. അപ്പോൾ ഓരോ ടൂൾസ് എടുക്കുമ്പോഴും അതിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഇനി എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ഒന്ന് മറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു നോട്ട് ബുക്ക് കയ്യിൽ കരുതുക നിങ്ങൾ. ഇനി ഇതിൻ്റെ ഏറ്റവും മേൽഭാഗത്തായിട്ട് ഈ കാണില്ലേ, ഇത് നമ്മൾ മെനു ബാർ എന്നാണ് പറയുക. ഫയൽ, എഡിറ്റ്, ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ, ഏറ്റവും ടോപ്പിൽ അതിന് മെനു ബാർ എന്ന് പറയും. ഇതിന് തൊട്ട് താഴെ ആയിട്ടുള്ളതാണ് ഓപ്ഷൻസ് ബാർ. അപ്പോൾ ഇതിന് ലെഫ്റ്റിലായിട്ട് ഈ സിംഗിൾ ലൈനായിട്ട് കാണിച്ചിട്ടുള്ളതാണ് ടൂൾ പ്രീസെറ്റ്സ്. അത് നമ്മളിവിടെ ഓരോ ടൂളുകൾ എടുക്കും തോറും ഇവിടെ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ എടുക്കുന്ന ടൂളിൻ്റെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഓപ്ഷൻസ് ബാറിൽ കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ മാറി വരുന്നത് കണ്ടോ. അപ്പോൾ ഏത് ടൂളാണ് എടുക്കണോ അതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. ഇനി ടൂൾ പ്രീസെറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ 2 ലൈനായിട്ട് കാണിച്ചു തരും. ഇവിടെ ഒരു ആരോ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ലൈനായിട്ട് കാണിച്ചു തരും. ടൂൾസിൽ മാറ്റമൊന്നും വരില്ല. അതിൻ്റെ കാണുന്നതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അലൈൻമെൻറ്റ് മാത്രം ചെറുതായിട്ടൊന്നും മാറ്റിയിട്ട് കാണിച്ചു തരുന്നു മാത്രം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലെയർ പാലറ്റ്, കളറ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു ഓപ്ഷൻ കണ്ടില്ലേ, എസെൻഷ്യൽസ് എന്നുള്ളൊരു സെലക്ഷൻ കിടക്കുന്നുണ്ടോ. അപ്പം ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അവിടെ ഒരു ലിസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരോ വർക്ക് സ്പേസുകളാണ്. അപ്പം ഞാൻ വിൻഡോയിൽ പോയിട്ട് കാണിച്ചു തരാം. വിൻഡോയിൽ വർക്ക് സ്പേസ് എടുത്തു. ഇത് കണ്ടു, 3D, മോഷൻ, പെയിൻറ്റിങ്, ഫോട്ടോഗ്രാഫി, ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരോ വർക്ക് സ്പേസുകളാണ്. ഫോട്ടോഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ വർക്ക് സ്പേസുകളാണ്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണോ അതിൻ്റെ നേച്ചറിനനുസരിച്ചിട്ടുള്ള വർക്ക് സ്പേസ് നമുക്ക് തിരഞ്ഞെടുക്കാം. 3Dയോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്കാണോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് 3D ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ മോഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ആനിമേഷനൊക്കെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് മോഷൻ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. 3D ആകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻസ് ഒക്കെ മാറിയത് കണ്ടില്ലേ. അതുപോലെ തന്നെ ഞാൻ അടുത്ത് നോക്കാം, മോഷൻ. അപ്പോൾ മോഷൻ സെലക്ട് ചെയ്ത് താഴത്ത് ഇവിടെ അഡീഷണൽ ആയിട്ടൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ആനിമേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വിൻഡോ ആണിത്. ഇനി അതുപോലെ തന്നെ പെയിൻറ്റിങ് സെലക്ട് ചെയ്തു. പെയിൻറ്റിങ് സെലക്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, അതുപോലെ കളർ പാലറ്റ് ഇവിടെ ഓപ്പൺ ആയി. അതുപോലെ തന്നെ ബ്രഷുകൾ കുറേ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വർക്കിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഏത് വർക്ക് സ്പേസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് എല്ലാ ഓപ്ഷനുകളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസെൻഷ്യൽസ് തന്നെ സെലക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് സ്പേസിന് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനായിട്ട് വർക്ക് സ്പേസിൽ പോവാം. ന്യൂ വർക്ക് സ്പേസ് എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രം ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതൊക്കെ എല്ലാം ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്തു, ലെയേഴ്സ് ക്ലോസ് ചെയ്തു. ഇതെല്ലാം ക്ലോസ് ചെയ്തു. ഇവിടെ കളറിൻ്റെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളത്. ഇനി ഈ വർക്ക് സ്പേസിനെ ഇവിടെ സേവ് ചെയ്യാം. ന്യൂ വർക്ക് സ്പേസ് എടുത്തു, ഇവിടെ പേര് കൊടുക്കണം. മൈ വർക്ക് സ്പേസ് കൊണ്ട് ഒരു പേര് കൊടുത്തു, ശേഷം സേവ് ചെയ്തു. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തില്ലേ, ആ ഒരു വർക്ക് സ്പേസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പേര് കണ്ടില്ലേ. ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് സ്പേസ് ആണ്. ഇനി ഇതിന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും വർക്ക് സ്പേസിൽ പോയതിന് ശേഷം ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് വർക്ക് സ്പേസ് സെലക്ട് ചെയ്താൽ ഇവിടെ കാണിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിനി വർക്ക് ചെയ്യാനുള്ള ക്യാൻവാസ് എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യം നോക്കാം. എന്നിട്ട് ഫയലിൽ പോകണം, ന്യൂ, ആദ്യത്തെ ഓപ്ഷൻ Ctrl+N ആണ് ഷോർട്ട് കട്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ പുതിയൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ
നമ്മളുടെ ക്യാൻവാസിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ റെസൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നെയിം കൊടുക്കാനുള്ള സ്ഥലമാണ്. സെക്കൻഡ് പ്രീസെറ്റ്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്യാൻവാസ് സൈസുകൾ ഫോട്ടോഷോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ US പേപ്പർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള സൈസുകൾ കണ്ടില്ലേ, ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ്. അതുപോലെ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ പേപ്പർ സെലക്ട് ചെയ്തു. ഇതാണല്ലോ A4, A6, A5, A3 എന്നുള്ള ഒരുപാട് സൈസുകൾ ഇതിൽ തന്നിട്ടുണ്ട്. ഇനി ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ സാധാരണ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് സൈസുകളാണ് 4, 6, 5, 7 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ വെബ്, നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനുള്ള കുറച്ച് സൈസുകൾ ഇതിലുണ്ട്. അതുപോലെ മൊബൈല്, ലാസ്റ്റായിട്ട് ഫിലിം ആൻഡ് വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോനോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈനാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറേ ക്യാൻവാസ് സൈസുകൾ നമുക്കിത് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആവശ്യം ഈ സൈസുകളൊന്നും അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് വിഡ്ത്ത്, ഹൈറ്റ്, റെസൊല്യൂഷൻ തുടങ്ങിയതൊക്കെ നമുക്ക് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ യൂണിറ്റ്സ്. ഇതിപ്പോൾ പിക്സൽസ് ആണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുപോലെ ഇഞ്ചസ് ഉണ്ട്, സെൻറ്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ്. ഇതിൽ ഏത് യൂണിറ്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കുള്ള വർക്കിനെ അനുസരിച്ചിട്ട്, അത് ഒരുപാട് വലിയ വർക്കുകളൊക്കെയാണ് ചെയ്യണം, വലിയ സൈസുള്ള വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇഞ്ചസ് സെലക്ട് ചെയ്യാം. അതുപോലെ സെൻറ്റിമീറ്റേഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്റേഴ്സിലിട്ടിട്ട് വർക്ക് ചെയ്യാം. നമ്മളെ വർക്കിനനുസരിച്ചിട്ട് നമ്മൾ യൂണിറ്റ് സെലക്ട് ചെയ്താൽ മതി. ഇനി അതിൻ്റെ താഴത്ത് കാണുന്നതാണ് കളർ മോഡ്. അപ്പോൾ ഇതിൽ കുറച്ച് കളർ മോഡുകൾ തന്നിട്ടുണ്ട്. ബിറ്റ് മാപ്പ്, ഗ്രേ സ്കെയിൽ. ഗ്രേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ RGB, CMYK, ലാബ് കളർ. അപ്പോൾ ഇത്രയും കളർ മോഡുകൾ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം, ബാക്ക്ഗ്രൗണ്ട് കണ്ടൻസ്. നമ്മൾ എടുക്കുന്ന ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വരണം എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മതിയെങ്കിൽ വൈറ്റ്, ഇവിടെ 3 ഓപ്ഷൻ കാണാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ഉണ്ട്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അടിച്ച് ഓക്കെ അടിക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള ക്യാൻവാസ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. അടുത്ത ഓപ്ഷൻ നോക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ. നമുക്ക് ഏതെങ്കിലും കളറിലാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്യാം, ഓക്കെ അടിക്കാം. അപ്പോൾ ഇത് വൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൂൾ പ്രീസെറ്റ്സിൽ 2 ബോക്സുകൾ കണ്ടില്ലേ, രണ്ട് കളറുകളുണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. അപ്പോൾ ഈ ബ്ലാക്ക് ആണ് ഫോർഗ്രൗണ്ട് കളറായിട്ട് ഇരിക്കുന്നത്. അതായത് മേൽഭാഗത്തിരിക്കുന്നത് ഫോർഗ്രൗണ്ട് കളർ എന്നാണ് പറയുക, താഴെയുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ ഇതിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുള്ളത് വൈറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒന്ന് ചേഞ്ച് ചെയ്യണത്, റെഡിലേക്ക് മാറ്റി. അതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തു, അതിന് ശേഷം ഓക്കെ അടിച്ചു. ഇത് കണ്ടില്ലേ, പിന്നെ നമ്മളിവിടെ കൊടുത്ത റെഡാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വന്നിട്ടുള്ളത്. ക്ലോസ് ചെയ്യണം. ഇനി അടുത്തത് ട്രാൻസ്പെറൻറ്റ്. നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് മതിയെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാൻവാസിൻ്റെ സൈസ് എടുത്തിട്ട് അതിനെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ വർക്ക് സ്പേസ് സേവ് ചെയ്യണത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യാൻവാസിൻ്റെ സൈസും സേവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ് സേവ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈസ് എടുത്തിട്ട് ഞാൻ സേവ് ചെയ്ത് കാണിക്കാം. ഒരു 500 കൊടുത്തു, ശേഷം 500 കൊടുത്തു, റെസൊല്യൂഷൻ 100 കൊടുത്തു. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ വാല്യൂസും കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് പ്രീസെറ്റ് അടിക്കുക. അപ്പോൾ കണ്ടോ, എന്ത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ശേഷം ഇവിടെ ഞാൻ ഓക്കെ അടിച്ചു. അപ്പോൾ അത് ഈ പ്രീസെറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടൊരു വർക്ക് ചെയ്യുകയാണ്. അതായത് ഫിക്സഡ് സൈസിലുള്ള ഒരു വർക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണയും ഈ സൈസും കാര്യങ്ങളൊന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. അടിച്ചു, ഓക്കെ അടിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു 1000 പിക്സൽസ് വിഡ്ത്തും ഒരു 600 പിക്സൽസ് ഹൈറ്റും. റെസൊല്യൂഷൻ 300 തന്നെ കിടന്നോട്ടെ, RGB മോഡ് തന്നെ. ശേഷം ഞമ്മൾ ഓക്കെ അടിച്ചു. അപ്പോൾ പുതിയൊരു ക്യാൻവാസ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്യാൻവാസിലാണ് നമ്മൾ വർക്ക് ചെയ്യുക, മനസ്സിലായത്? ഇതാണ് നമ്മളുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻവാസിൻ്റെ സൈസ് നമുക്ക് വീണ്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഇമേജിൽ പോവാം. ഇമേജ് സൈസ്, Alt Ctrl I ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അതിൽ ക്ലിക്ക് ചെയ്തു, കണ്ടോ, ഇവിടെ നമുക്ക് അറിയാൻ പറ്റും.
നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് നമുക്ക് വീണ്ടും കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനതൊരു 1300 ആക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കണ്ടോ, താഴത്ത് അതിൻ്റെ ഹൈറ്റും അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ കൺസ്ട്രെയിൻ പ്രൊപ്പോർഷൻസ് എന്നൊരു ടിക്ക് മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ടിക്ക് ഇവിടെ കിടക്കുന്ന കാരണമാണ് നമ്മളിവിടെ വിഡ്ത്ത് ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് ഹൈറ്റും ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും 1000 ആക്കി. ഞാൻ ഈ ടിക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഈ കൺസ്ട്രെയിൻ പ്രൊപ്പോർഷൻസ് എന്നുള്ള ഈ ടിക്ക് ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കി. ഇനി ഇതിൻ്റെ വിഡ്ത്ത് 1300 മാറ്റി. അപ്പോൾ അത് കണ്ടില്ലേ, ഹൈറ്റിൽ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇമേജ് സൈസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈസ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മൊത്തത്തിലാണ് എഫക്റ്റ് ആവുക. മനസ്സിലായോ? ഇതൊരു 1300 ഞാൻ നേരത്തെ കൊടുത്ത പോലെ കൊടുത്തു, ശേഷം ഓക്കെ അടിച്ചു. അത് മൊത്തത്തിലാണ് ഈ ഇമേജ് വലുതാവുന്നത്. അപ്പോൾ ക്യാൻവാസ് സൈസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴത്തൊരു ഓപ്ഷൻ കാണാം. അതായത് ആൾട്ട് കൺട്രോൾ C ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അതെടുത്തിട്ട് വലുതാക്കുമ്പോൾ നമ്മുടെ ക്യാൻവാസ് മാത്രമാണ് വലുതാവുക. അപ്പം ഇവിടെ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടുത്തെ റെക്ടാങ്കിൾ ഷേപ്പ് എടുത്തിട്ട് ജസ്റ്റ് വരച്ചു കൊടുക്കണം. അങ്ങനെ കുറേ റെക്ടാങ്കിൾ ഷേപ്പുകൾ വരച്ചു കൊടുത്തു. ഇനി ഇമേജ് സൈസ് എടുത്തിട്ട് ഞാൻ അതിനെ വലുതാക്കണം. 1000 ഉള്ളത് 1300 കൊടുത്തു, ഓക്കെ അടിച്ചു. ഇത് കണ്ടു, മൊത്തത്തിൽ അങ്ങോട്ട് വലുതാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള വർക്കും നമ്മൾ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ട് ടോട്ടലി വലുതാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അൺഡു ചെയ്യണം. ഓക്കെ, ഇനി ക്യാൻവാസ് സൈസ് എടുത്തു. അതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് 1300 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ഏരിയ മാത്രമാണ്, അതിപ്പോൾ വിഡ്ത്ത് മാത്രമാണ് അതിന് കൂടിയിട്ടുള്ളത്. കണ്ടോ, നമ്മൾ ചെയ്ത വർക്ക് അതിനുള്ളിലേക്ക് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നത് കൊണ്ട് 600 നമ്മളൊരു 800 കൊടുത്തു. അപ്പോൾ ഇത് ഹൈറ്റിലാണ് ചേഞ്ച് വരിക. കണ്ടോ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ക്യാൻവാസിൻ്റെ സൈസ് മാത്രമാണ് ഇൻക്രീസ് ആവുക. പിന്നെ ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ക്യാൻവാസ് സൈസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ ടോപ്പ് ഏരിയ മാത്രം കുറച്ച് സ്പേസ് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ ഇവിടെ ഹൈറ്റ് കൊടുത്തപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട്, അതായത് ടോപ്പും ബോട്ടും ഈക്വൽ ആയിട്ടാണ് ഹൈറ്റ് ഇൻക്രീസ് ആയത്. അപ്പോൾ നമുക്ക് ടോപ്പിൽ മാത്രം നമുക്ക് ഹൈറ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ആരോസ് കണ്ടില്ലേ. അപ്പോൾ ഈ ആരോസിൽ നമ്മൾ ഏത് സൈഡിലാണോ നമുക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ടോപ്പിലാണ് വേണ്ടെങ്കിൽ നമ്മൾ ബോട്ടത്തിലുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഹൈറ്റ് ഇവിടെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിലാണ് കണ്ടോ ഹൈറ്റ് ഇൻക്രീസ് ആയിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടോപ്പും റൈറ്റും വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യാം. പിന്നെ ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം. ഇത് കണ്ടോ, അപ്പോൾ ടോപ്പും കൂടും റൈറ്റും കൂടും. അപ്പോൾ ഞാൻ ഇവിടെ അളവ് കൊടുത്തിട്ട് കാണിക്കാം. 1200 കൊടുത്തു, അതുപോലെ ഇവിടെ 200 കൊടുത്തു. കണ്ടില്ലേ, ഈ രണ്ട് സൈഡ് നമ്മളിപ്പോൾ കൊടുത്ത വാല്യൂ അനുസരിച്ചിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ടൂൾസ് എടുത്തു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.